ആധാരത്തില് ഒരാള് കള്ളത്തരം ചെയ്യാണ്. അയാളുടെ ഗതികേട് കൊണ്ട് അയാള് ചെയ്തു പോവാണ്. തേങ്ങ മോഷ്ടിക്കുകയാണ്. ഇവിടെ ഫണ്ണിന് വേണ്ടി ഒരാൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ടും കുറെ കാലത്തിന് അപ്പുറം ഇപ്പുറം ഒരാൾ തന്നെ ചെയ്യുന്നു എന്ന് പറയുന്നതില് എല്ലാത്തൊരു ആകസ്മികത ഉണ്ട്, എല്ലാത്തൊരു രസമുണ്ട്. ആളുകളെ അത്ഭുതപ്പെടുകയാണ് പല ഏരിയകളിലും. ഇത് ഞങ്ങൾ കണ്ട സുധീഷാണോ? അതായത് എത്രയോ കാലമായി കോളേജ് ജീവിതവും അനിയൻ ജീവിതം ജീവിച്ചിരുന്ന ആളാണോ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കണത്? കൗണ്ടറുകൾ ഉണ്ട് അതിനകത്ത്, ശരീരം കൊണ്ടുള്ള കോമഡികൾ ഉണ്ട് അതിനകത്ത്. എല്ലാ അർത്ഥത്തിലും സുധീഷിനെ ഉപയോഗിച്ചൊരു കഥാപാത്രമായിട്ടാ ധീരന്റെ ക്യാരക്ടറിന് തോന്നിയിട്ടുള്ള. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എന്തൊക്കെയാ ഇപ്പൊ ഇനീഷ്യലി കിട്ടുന്ന ഫീഡ്ബാക്കുകൾ? ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കുറച്ച് കാലത്തിന് ശേഷം ഇത്ര അധികം റെസ്പോൺസ് കിട്ടിയ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. ധീരനിലെ ആ കഥാപാത്രമാണ് ജോപ്പൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തിയേറ്ററിൽ പോയപ്പോഴും, ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോഴും ഓഡിയൻസിന് കൂട്ടിയിരുന്ന് കണ്ടപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കാരണം എല്ലാത്തിനും ചിരി കൈയടി ആയിരുന്നു. എൻ്റെത് മാത്രമല്ല കേട്ടോ, എൻ്റെതും ഒരുപാടുണ്ട്. മനോജ് ചേട്ടനുണ്ട്, ജഗദീഷ് ചേട്ടൻ, അശോക് ചേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും. അപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിപ്പോയി. കാരണം ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കുറച്ച് സീരിയസ് വേഷങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ചെറിയ ഹ്യൂമറൊക്കെ ARM കുറച്ച് ഹ്യൂമർ പരിപാടി ഉണ്ടായിരുന്നു. കുറച്ചുള്ളെങ്കിൽ ഉള്ളത് കുറച്ച് ഹ്യൂമറായിരുന്നു. പക്ഷെ എങ്കിലും ഒരു പ്രായമുള്ള കഥാപാത്രവും അച്ഛൻ സീരിയസ്, മകളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് വരുമ്പോൾ എന്നെ പെട്ടെന്ന് വിളിക്കും. രാഷ്ട്രീയക്കാരൻ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഈ നമ്മൾ ആധാരം എന്നുള്ള സിനിമ ഇപ്പൊ പോയി റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് അത് സത്യം പറഞ്ഞാൽ അതിലെ കഥ നടക്കുന്നത്, അല്ലെങ്കിൽ ആ കഥ കൊണ്ടുപോകുന്നത് രമേശനിലൂടെയാണ്. രമേശന് ജോലിയില്ലാത്ത അവസ്ഥ, രമേശന് കടം വാങ്ങിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ രമേശൻ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്, രമേശന് ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് ചേച്ചിയെ നന്നായി നോക്കുന്നു. ഈ ചേച്ചി രമേശൻ തമ്മിലുള്ള സംസാരങ്ങളിലാണ് കഥ വികസിച്ച് വരുന്നത്. ആധാരം അവസാനിക്കുന്നത് രമേശന്റെയും അമ്മയുടെയും മുഖം കാണിച്ചുകൊണ്ടാണ്. ആ ക്ലോസപ്പ് ഷോട്ടിലാണ് ആധാരം അവിടെ എൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രമേശൻ ധൈര്യം കാണിക്കുന്ന സമയത്താണ് അവിടെ മുരളിയുടെ ക്യാരക്ടറിന് പോലും ധൈര്യം. അത് എനിക്ക് ഒരു 5-ാമത്തെ 6-ാമത്തെ സിനിമയാണ്. എന്റെ അനന്തരം മുദ്ര, വേനൽക്കിനാവുകൾ, ആധാരം, 4-ാമത്തെ പടം. ഓപ്പോസിറ്റ് മുരളി സാറിന്റെ കൂടെയാണ് ഏറ്റവും അധികം കോമ്പിനേഷൻ ഉള്ളത്. അത് അന്ന് കാലത്ത് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതാണല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇത് സ്ക്രീനിൽ വരിക, ഈ ലെജൻസിന്റെ കൂടെയാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അതെ, ടെൻഷൻ ഉണ്ടായിരുന്നു. അത് 2-3 കാര്യങ്ങളുണ്ട്. മുരളി സാറിന്റെ മാത്രമല്ല, സിബി മലയിൽ, ലോഹിതദാസ്, എല്ലാ ലെജൻസും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അതാലോചിക്കണം. അതിന് മുമ്പ് ഞാൻ ലെജൻഡിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. വേനൽക്കിനാവുകൾ, MT സാറ്, അടൂർ സാറ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആധാരൊക്കെ എത്തിയപ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. പ്രായപൂർത്തിയാവെന്നൊക്കെ പറയില്ലേ. മറ്റേത് അടൂർ സാറിന്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ് എനിക്ക് അത്ര അറിഞ്ഞൂടാ. ആൾക്കാർ പറയുന്നത് വലിപ്പം മനസ്സിലായില്ല. എൻ്റെ അച്ഛനൊക്കെ അറിയാം, പക്ഷെ എനിക്ക് അത്രത്തോളം അറിയൊന്നുമില്ല. അടൂർ സാറിന്റെ പടങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ. അതിന് മുമ്പ് ഇറങ്ങി മുഖാമുഖം, അല്ലെങ്കിൽ ഇപ്പത്തെ അങ്ങനെ പടം കൊടിയേറ്റം, അതൊക്കെ പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അധികം കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ ആ സമയത്ത് അറിയില്ലായിരുന്നു. പിന്നെ വേനൽക്കിനാവുകളുടെ സമയത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ 3-4 നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കൃഷ്ണപ്രസാദ്, യദുകൃഷ്ണൻ, സുധീഷ് ശങ്കർ. അപ്പം ഞങ്ങൾ ഭയങ്കര കമ്പനി ടീമായിരുന്നു. അപ്പം അതുകൊണ്ടും അവരുടെ എന്താ പറയുക ഈ ഗ്രേറ്റ് ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിരുന്നു. ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആരുമില്ല. മുരളിച്ചേട്ടൻ, ലോഹിത് സാറ്, സിബി സാറ്, അല്ലെങ്കിൽ ഗീത മാഡം എന്നൊക്കെ പറയാം. ഇഷ്ടംപോലെ പഞ്ചാഗ്നി പോലത്തെ പടങ്ങൾ, ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്ത സമയത്താണ്. സുകുമാരി ചേച്ചി, അവരോടൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പെർഫോമൻസ്. ഇതെല്ലാം ചെയ്യുമ്പോഴും മനസ്സിന് ഭയങ്കരമായ സന്തോഷമാണ്. പക്ഷെ എന്നാലും ടെൻഷനായിരുന്നു. അല്ല, ഞാൻ ഈ അടുത്ത് മുരളി സാറിന്റെ ഒരു അഭിമുഖം കാണായിരുന്നു മനോരമയിലുണ്ടായിരുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന, ഒരു നടനായിട്ട് ആണ് ഞാൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ നിമിഷം തൊട്ടിട്ട് ഓരോ ദിവസവും എന്തെങ്കിലും അഭിനയത്തെ പറ്റി ഒരു വരിയെങ്കിലും വായിക്കാതെ ഞാൻ കടന്നു പോയിട്ടില്ല. ചിലപ്പോൾ അത് നാട്യശാസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ടർ അഭിനയത്തെ പറ്റി എഴുതിയിട്ടുള്ള ഒരു വരിയായിരിക്കാം. അത്രയധികം കമ്മിറ്റഡ് ആയിരുന്നു അദ്ദേഹം അഭിനയത്തോട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നമ്മൾ ഇപ്പോഴും ആ ഒരു ബോഡി ഓഫ് വർക്ക് നമ്മൾ നമിച്ചു പോകുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഒരു സിനിമ ത്രൂ ഔട്ട് നായകനെ പോലെ തന്നെ നിന്ന് പെർഫോം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആധാരം, ലോഹിത് സാറൊക്കെ എല്ലാവരും പറയാറുണ്ട് കുറച്ച് സീനുകളൊക്കെ എഴുതുള്ളൂ, ബാക്കി അവിടെ വന്നിട്ട് എഴുതുകയാണെന്നുള്ള പരിപാടി പറയാറുണ്ട്. അപ്പോൾ ആധാരം തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യം വളരെ കുറച്ച് സീനുകൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ സ്റ്റാർട്ടിങ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു വലിയൊരു സീനുണ്ട് ആ പടത്തിൽ, ഷൂട്ട് ചെയ്യുന്ന സീൻ. അത് ഒരു വീട്ടിൽ വന്നിട്ട് അമ്മയോടും പെങ്ങളോടൊക്കെ സംസാരിക്കുന്ന ഒരു ലൈറ്റർ വേല്, വിഷമം ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ല,
നമുക്കിപ്പോൾ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം, അതിനിപ്പം കാശൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ആ സംഭവമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് അവർക്കൊരു ആശ്വാസമായത്. ഈ കഥാപാത്രം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. കാരണം എഴുതി തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഡെപ്ത് ഇനിയിപ്പോ നമ്മളിപ്പോ മര്യാദ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇത്ര എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ഞാൻ താരതമ്യേന പുതിയ ആളാണ്, അങ്ങനെ ഒരു ക്യാരക്ടർ പുതുതായിട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ആദ്യം അവർ വേറെ ആരൊക്കെ ആലോചിച്ചിരുന്നുണ്ട്, വിളിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു ഫ്രഷ് ഫേസ് ചെയ്യാന്നുള്ള ചിലപ്പോൾ താല്പര്യത്തോടു കൂടി ആയിരിക്കും എന്നെ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക. കിത്തോട്ടൻ ജോർജ് കിത്തോ സംവിധായകൻ. അപ്പൊ അത് അങ്ങനെ തോന്നി. പിന്നീട് ഹാപ്പി ആയിട്ടാണെന്ന് തോന്നുന്നു. പിന്നീട് ആ കഥാപാത്രം അങ്ങ് ഡെവലപ്പായി വന്നെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ലോയി സാറ് ഷൂട്ടിങ്ങിന് 2 ദിവസം മുമ്പ് കഥ പറയാൻ വേണ്ടി എന്നെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഞാൻ ടെൻഷനായിട്ടാണ് പോകുന്നത്. കാരണം ഒന്നാമത് ഇദ്ദേഹത്തിന്റെ ഇതും രൂപം താടിയൊക്കെ വെച്ചിട്ട് മനുഷ്യന് വലിയൊരാളാണെന്നൊക്കെ അറിയാം. ഷൊർണൂർ ഗസ്റ്റ് ഹൗസ് വലിയ റൂമാണ്. അപ്പം അതിലൊരു പുള്ളിയുടെ സ്ഥിരം ഒരു ചാരുകസേര ഉണ്ട് അവിടെ പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കുറച്ച് വിട്ടിട്ടാണ് അവിടെ ബെഡോ സോഫ എന്തോ ഉള്ളത്. അപ്പം ഞാനവിടെ പോയി ഇങ്ങനെ ഇരുന്നു. സുധീഷേ കഥ പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചതാണ്, കേൾക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സംഭവത്തിന് ആധാരത്തിൽ ഇതിൽ രമേശ് എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത്. അതിൽ എനിക്കൊരു സംഭവം മനസ്സിലായില്ല എന്നുള്ള മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. മാക്സിമം ഞാൻ പിടിച്ചു നോക്കി കേൾക്കാൻ വേണ്ടിട്ട്. പതുക്കെ പറയുന്നത് അത് നമ്മൾ പിടിക്കണം, സാധനം ക്യാച്ച് ചെയ്യണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് മനസ്സിലായെന്നല്ലാതെ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ സീൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഓരോ സീൻ എടുക്കുമ്പോഴേ അറിഞ്ഞറിഞ്ഞു പോയതാണ്. പക്ഷെ ഈ അറിവില്ലായ്മൊന്നും നമുക്ക് മനസ്സിലാവില്ല. അല്ല, അറിഞ്ഞിട്ടും ഞാനെന്ത് ചെയ്യാനാ? അറിഞ്ഞാൽ എനിക്ക് ചെയ്യാനൊന്നും പറ്റൂല. അത് അവിടെ അവര് പറയുന്ന പോലെ ചെയ്യാനേ പറ്റുള്ളൂ. അന്ന് ഈ മുരളി സാറൊക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നോ? ഏതെങ്കിലും വിധത്തിൽ അഭിനയത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ പറ്റിയിട്ടോ അങ്ങനെ സംസാരിക്കാനുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? മുരളിച്ചേട്ടൻ നമ്മളില്ലാത്ത സീൻസിലും മുരളിച്ചേട്ടൻ അവിടെ വരാറുണ്ടായിരുന്നു. ഒരു ഇൻവോൾവ്മെന്റ് മുരളിച്ചേട്ടൻ ഫുൾ ആ പടത്തിൽ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. കാരണം എനിക്ക് മുരളിച്ചേട്ടൻ ആദ്യമായിട്ടാണ് ഹീറോ പരിപാടി ചെയ്യുന്നത്. അതിൽ തന്നെ സ്റ്റേറ്റ് അവാർഡും കിട്ടി. അപ്പോൾ പുള്ളി പുള്ളി ഇല്ലാത്ത സീനിലും പുള്ളി വന്ന് നിൽക്കും അവിടെ. അപ്പം അത് ചെറിയ പേടിയുണ്ടാവും എനിക്ക്. കാരണം ഇങ്ങനെ നിൽക്കല്ലേ, ക്യാമറേൻ്റെ അപ്പുറത്ത് മോണിറ്റർ ഒന്നും ഇല്ലല്ലോ, മറ്റേ ഇതാണല്ലോ. ക്യാമറ സൈഡിൽ ഇങ്ങനെ ജോർജ് ഗീത്തും ഉണ്ടാവും, പിന്നെ ലോയി സാറും ഉണ്ടാവും, 3 പേരുണ്ടാവും. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ഉടനെ ഞാൻ പതുക്കെ മുരളിച്ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി, അഭിനയിച്ച് കഴിഞ്ഞ ഉടനെ എന്താ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് മുരളിച്ചേട്ടൻ നോക്കിയാണ് ഉള്ള ഒരു സാധനം ഇതല്ലേ. അപ്പൊ സമാധാനമായി കൊള്ളാന്നുള്ള സാധനം. ഞാൻ ഈ ഫിൽമോഗ്രഫി ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കുറെ ഏരിയകളിൽ സുധീഷ് എന്ന നടൻ വളരെ ഭാഗ്യവാനാണ്. കാരണം മലയാളി എന്നും ഓർത്തിരിക്കുന്ന ഒരു 3 ഐക്കോണിക് സീൻ സുധീഷിന്റെ പേരിലാണ്. അതായത് ക്യാമറ നടി ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടട്ടെ, ഈ കുട്ടിക്ക് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഉണ്ണി എന്ന് പറഞ്ഞിട്ട് മറ്റാരെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്, നന്ദനം, പിന്നെ ഒബ്വിയസ്ലി അറിയാലോ കിണ്ടി, മണിച്ചിരത്താഴ്. ഇത് 3 മലയാളി എവിടെയെങ്കിലും ഇപ്പൊ ഒരു മലയാളം സിനിമ എന്ന് പറയുമ്പോ അതിന് 3 തട്ടുകളിൽ മലയാളി ഇത് പറഞ്ഞിരിക്കും. അവിടെയൊക്കെ ഈ സീനുകളിൽ സുധീഷ് ഏട്ടൻ വരിക അല്ലെങ്കിൽ അവിടെ പെർഫോമർ ആയിട്ട് അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സുധീഷ് ഏട്ടൻ ഇതിന്റെ ഒരു റെട്രോസ്പെക്റ്റീവ് എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ എന്താ തോന്നാറ്? പ്രത്യേകിച്ച് ഈ 3 സീനുകളും വെച്ചാൽ ഒരെണ്ണം സെറ്റയറിന്റെ അറ്റം, ഒരെണ്ണം മലയാള സിനിമേനെ ലോകത്ത് കൊണ്ട് പ്രദർശിച്ചിട്ടുള്ള മണിച്ചിരത്താഴ്, അപ്പുറത്ത് മറ്റേ സീൻ. അപ്പൊ ഈ 3 സീനുകളിലും സാന്നിധ്യം ഉണ്ട്, അല്ലെങ്കിൽ ഇതൊരു അച്ചീവ്മെന്റ് ആയിട്ട്, ഇപ്പൊ അവാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ 3 സീനുകൾ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് ഏത് കാലത്തും നിങ്ങൾ പറഞ്ഞ പോലെ അറിയാലോ. ഇപ്പൊ സ്റ്റാർട്ട് ആക്ഷൻ കട്ടെന്ന് പറഞ്ഞാൽ ഇത് ഓർമ്മ വരും എല്ലാവർക്കും. ചിന്താവിഷ്ടിയ ശ്യാമള ആ സീനാണ് ഓർമ്മ വരുന്നത്, സ്റ്റാർട്ട് ആക്ഷൻ കട്ടെന്ന് പറയും. പിന്നെ നന്ദനത്തിലെ സംഭവം അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇങ്ങനെ ഇത്രത്തോളം അറിയില്ലായിരുന്നു. കാരണം 2 ദിവസം മറ്റോ ഒരു ദിവസം ഞാൻ അഭിനയിച്ചുള്ളൂ കേട്ടോ ആ പടത്തിൽ. അറിയാണ്ട ക്ലൈമാക്സിന്റെ വരുന്ന വേഷമല്ലേ ചെയ്യുന്നത്. പിന്നെ ഡബ് ചെയ്യാൻ വേണ്ടി അവിടെ പോയപ്പോൾ ഡബ് ചെയ്തു, മറ്റേ കൃഷ്ണന്റെ സംഭവം അത്രേ ഉള്ളൂ. എന്നാലും വളരെ പ്രധാനപ്പെട്ട സിനിമ പടം ഹിറ്റായി, എല്ലാവരും അങ്ങനെ സംഭവിച്ചാണ്.